തെരഞ്ഞെടുപ്പിൽ LDF-ന് നേരിട്ട കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കെ തിരുത്തൽ വേണമെന്ന നിലപാടിൽ ഉറച്ച CPM. പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണിത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം മണ്ഡലാടിസ്ഥാനത്തിൽ പാർട്ടി പരിശോധിക്കുകയാണ്. ഇടതുകോട്ടകളിൽ പോലും നേരിട്ട വൻ തോൽവിക്ക് മുഖ്യ കാരണം ഭരണവീഴ്ചയെന്ന് തന്നെയാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യവും CPM പരിഗണിക്കും. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ഇതിനായി ചേരുന്നുണ്ട്. അപ്പോൾ തിരുത്തൽ നടപടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകുന്നുണ്ട്. കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വാദം ഉന്നത CPM നേതാക്കൾ തന്നെ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ 5 ദിവസത്തെ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് AKG സെന്ററിൽ തുടക്കം കുറിച്ചിരുന്നു. തോൽ സംബന്ധിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച വാർഡ് തലം മുതലുള്ള കണക്കുകളാണ് വിലയിരുത്തി നടപടിയിലേക്ക് നീങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം പാർട്ടിക്കുള്ളിൽ നടത്തുന്ന അവിഹിത ഇടപെടലുകളാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ പ്രധാനമായും ചർച്ചയാവുന്നത്. പിണറായി മാറണമെന്ന് CPI ആവശ്യപ്പെടുന്നതും ചർച്ചയായി. ഇനിയും പിണറായിയുടെ ഏകപക്ഷീയവും ജനവിരുദ്ധവുമായ നടപടികൾ വച്ചുപുറപ്പിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് മിക്ക നേതാക്കളും. നിലവിലുള്ള അവസ്ഥ തുടർന്നാൽ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പാർട്ടി ചെന്നെത്തുമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നത് പിണറായിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. പാർട്ടി അറിയാത്ത ഇടപാടുകൾ പാർട്ടിക്കോ സർക്കാരിനോ വേണ്ടെന്ന നിലപാട് ചില നേതാക്കൾ കടുപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാസപ്പടിയെന്നോ കോഴ ഇടപാടുകളെന്നോ ആക്ഷേപം ഉന്നയിച്ചവർ പറഞ്ഞില്ല എന്ന് മാത്രം. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കകത്തും പുറത്തും പെടാപ്പാടുപെടുന്നതിനിടെ അക്ഷരാർത്ഥത്തിൽ പിണറായിക്കെതിരെ വടി കയ്യിലെടുത്തിരിക്കുകയാണ് പാർട്ടി എന്നതാണ് ശ്രദ്ധേയം. മകൾ വീണയെയും മരുമകനെയും പാർട്ടി ചെവിയിൽ തോട്ടിയിട്ട് നിയന്ത്രിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തമാവുന്നത്.